പോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ധാർമ്മിക നോട്ടത്തിൽ നമ്മുടെ സ്വയം കേന്ദ്രീകൃതമായ ലോകം തകർക്കപ്പെടും. മറ്റൊരാളിൻ്റെ മുഖം, ദ ഫേസ് ഓഫ് ദി അതർ, നമുക്ക് വെല്ലുവിളിയായി ദൈവവിളിയായും കാണാൻ ഇറ്റ് ഈസ് എ ഡിവൈൻ കോൾ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അത് നമ്മുടെ സ്വയ കേന്ദ്രീക ലോകത്തെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. ഇതാണ് നീതിയുടെ കാഴ്ച. എത്തിക്സ് ആസ് ഒപ്റ്റിക്സ്, അത് നീതിയുടെയും ധർമ്മത്തിൻ്റെയും കാഴ്ചയാണ്. മറ്റുള്ളവരെ ശരിയായി കാണാൻ നമുക്ക് കണ്ണ് മാറേണ്ടതായിട്ട് ഉണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ കണ്ണിലൂടെ ലോകത്തെ കാണണം. സോ വി നീഡ് എ ഡിവൈൻ ചഷ്മ, ഒരു വിശുദ്ധമായ കണ്ണട നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ധർമ്മശാസ്ത്രം എന്നത് ലോകത്തെ കാണാനുള്ള പുതിയ ധാർമ്മികതയുടെ കണ്ണാടിയാണ്. നമുക്ക് ഒരു പുതിയ കണ്ണ് ആവശ്യമാണ്. നമുക്ക് പുതിയ ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. നമ്മൾ ഇന്ന് കാണുന്ന കണ്ണ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള സാധാരണ നോട്ടമാണ്, ഒരു ഞാൻ നോട്ടം. ആ നോട്ടങ്ങൾ ഒരിക്കലും നമ്മളെ നന്മയുടെ ലോകത്തിൽ എത്തിക്കുന്നില്ല. ഭൗതിക ലോകത്തിൽ അഭിരമിക്കുവാൻ മാത്രമേ അത് സാധിക്കൂ. ഇന്ന് കണ്ണിനെ കുറിച്ചും കാഴ്ചയെക്കുറിച്ചും ഒക്കെയുള്ള നമുക്കറിയാവുന്ന വേദപുസ്തകത്തിലെ ചില ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഒരു പുതിയ ദർശന ശാസ്ത്രം, ഒരു ദർശന കല നമുക്ക് സഭയിൽ രൂപപ്പെടുത്തേണ്ടതാണ്. ആ കണ്ണിലൂടെ ലോകത്തെ നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ആയിരിക്കുകയല്ല ലോകത്തെ കാണുന്നത്. ആ പുതിയ കാഴ്ച കാണുന്നത്, പുതിയ ആകാശവും പുതിയ ഭൂമിയും ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ, അത് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള പരമപ്രധാനമായ ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത്, നമുക്ക് ഓരോരുത്തർക്കുള്ളത്. നമ്മൾ ഈ കണ്ണിനെ തന്നെ